പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഇന്ന് ജനുവരി 26, റിപ്പബ്ലിക് ദിനം. ഭാരതത്തിൻ്റെ ഭരണഘടന നിലവിൽ വന്ന ഈ ദിനത്തിൽ ഒരു കഥ കേൾക്കൂ. നിയമസംഹിത. അയ്യോ, ആനക്കൂട്ടം വരുന്നേ, മാറിക്കോ മാറിക്കോ. മുയൽക്കൂട്ടന്മാരോട് അമ്മ മുയൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും ആനക്കൂട്ടം കാടു വിറപ്പിച്ചു വന്നു കഴിഞ്ഞു. ഒരുവിധം മുയലുകളെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ ഓടി മറഞ്ഞു. കണ്ണിലും മൂക്കിലും പൊടിപടലങ്ങൾ നിറഞ്ഞ മുയലുകൾ വിഷമിച്ചു. എന്താ അമ്മേ, ആനകൾ മാത്രം ഇങ്ങനെ മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ നടക്കുന്നത്? മക്കളെ, ഇത് ആനത്താരയാണ്, ആനകൾക്ക് നടക്കാനുള്ള പരമ്പരാഗത വഴി. അങ്ങനെ ഓരോ മൃഗങ്ങൾക്കും പ്രത്യേക വഴികളുണ്ടോ? അതും ഒരു മൃഗാധിപത്യ വനത്തിൽ. കുറച്ചപ്പുറത്ത് പുല്ല് തിന്നുകൊണ്ടിരുന്ന ജിണ്ടൻ കാട്ടുപോത്ത് കളിയാക്കി ചോദിച്ചു. ഉണ്ടല്ലോ, നിങ്ങളുടെ കൂട്ടം മേയുന്ന പ്രദേശത്ത് മറ്റു മൃഗങ്ങളെ അടുപ്പിക്കുമോ? കുഞ്ചുകുരങ്ങൻ ജിണ്ടനോട് ചോദിച്ചു. അടുത്ത മൃഗസഭ കൂടുമ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം, ലല്ലുമുയൽ പറഞ്ഞു. മൃഗസഭയിൽ ചെമ്പൻ കുരങ്ങൻ ഇക്കാര്യം പ്രധാന വിഷയമായി അവതരിപ്പിച്ചു. മൃഗാധിപത്യ ഭരണഘടന അനുസരിച്ച് ജീവിക്കേണ്ട ഈ വനത്തിൽ ഇപ്പോഴും പഴയകാലത്തെ ചിട്ടകളനുസരിച്ച് ആനകൾക്കൊരു വഴി, കാട്ടുപോത്തുകൾക്ക് വേറൊരു വഴി, കടുവയ്ക്ക് പ്രത്യേക പ്രദേശം തന്നെ. ഇങ്ങനെയൊക്കെ നിലനിർത്തുന്നത് ശരിയാണോ? ആണെന്നും അല്ലെന്നുമുള്ള തർക്കങ്ങൾ മുഴുകി. ഒടുവിൽ വനസഭാ തലവൻ വീരേന്ദ്രൻ സിംഹം പറഞ്ഞു, പ്രിയ മൃഗസോദരങ്ങളെ, നമ്മുടെ വനം റിപ്പബ്ലിക്കാണ്. അതായത് മൃഗാധിപത്യ ഭരണഘടന നിലനിൽക്കുന്ന വനം. എങ്കിലും ഏത് പ്രദേശത്തിനും ചില കീഴ്വഴക്കങ്ങളുണ്ട്. കരയിലെ ഏറ്റവും വലിയ മൃഗങ്ങൾ വേഗത്തിൽ വരുന്ന വഴിയിൽ കൊച്ചു മൃഗങ്ങളുണ്ടായാൽ അബദ്ധത്തിൽ അവയെ കണ്ടില്ലെന്ന് വരും. അത് അപകടമല്ലേ? കടുവയുടെ സാമ്രാജ്യത്തിൽ നിന്ന് വല്ലപ്പോഴുമേ അവർ പുറത്തു കടക്കൂ. അതാണ് മറ്റു മൃഗങ്ങൾക്ക് നല്ലത്. ഓരോരുത്തർക്കും ആവശ്യത്തിനുള്ള വിഭവങ്ങൾ ഉണ്ടെങ്കിൽ അവരവർക്കുള്ള പ്രദേശങ്ങൾ വേർതിരിക്കുന്നതിൽ തെറ്റില്ല. വിഭവം കുറഞ്ഞു വരുമ്പോഴോ? ചിങ്കം കരടി ചോദിച്ചു. മൃഗാധിപത്യക്രമം അനുസരിച്ച് എല്ലാ വിഭവങ്ങൾക്കും എല്ലാവർക്കും തുല്യ അവകാശമാണ്. അതുപോലെ എല്ലാ പ്രദേശങ്ങൾക്കും എല്ലാവർക്കും അവകാശമുണ്ട്. ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരുമാണ്. പരസ്പര സഹകരണത്തോടെ പരമാവധി നിയമക്രമങ്ങൾ പാലിച്ച് ഒത്തൊരുമയോടെ വാഴുക. തലമുതിർന്ന അംഗമായ കരടി അപ്പൂപ്പൻ പറഞ്ഞു. ഒന്നും ഒരിക്കലും ആരുടെയും സ്വന്തമല്ല, എല്ലാം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്ന ചിന്തയുണ്ടായാൽ മതി, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ശൃംഗരിമാൻ പറഞ്ഞു. മറ്റുള്ളവർ അത് സമ്മതിച്ചു.